ഷഹബാസിനെ അത്ര പെട്ടെന്നൊന്നും മലയാളിക്ക് മറക്കാൻ പറ്റില്ല. അവൻ്റെ അച്ഛൻ്റെ പോരാട്ടവും വാർത്തകളിൽ പലയിടത്തൂടെയും ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇന്ന് അവനെ ഇല്ലാതാക്കിയ മറ്റുള്ളവർ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന ദിവസമായിരുന്നു. ഇതിനെതിരെ ആ സ്കൂളിൽ കുറേയധികം പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു, അവിടുത്തെ കുട്ടികളുടെ രക്ഷിതാക്കളും മറ്റും. അപ്പം ആ ഒരു വാർത്ത കണ്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലർക്കും തോന്നിയ കാര്യമാണ്. അതായത് കുട്ടികളൊന്ന് കോപ്പി അടിക്കുന്ന സമയത്ത് അവരെ ഡീബാർ ചെയ്യപ്പെടുന്നു, അവർക്ക് പരീക്ഷ എഴുതാനുള്ള അനുമതി നിഷേധിക്കുന്നു, അവർക്ക് തുടർന്ന് പഠിക്കാനുള്ള വർഷങ്ങൾ ഇല്ലാതാക്കുന്നു. ഇതൊക്കെ സംവിധാനം ഇവിടെ ഉള്ള സമയത്ത് ഒരു കുട്ടിയുടെ മോഹങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം തകർത്തെറിഞ്ഞ് അവനെ 6 അടി മണ്ണിലേക്ക് പൂഴ്ത്തിയ അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ അവർക്ക് ഒരു വർഷത്തെ പോലും ഈ പറയുന്ന മാറ്റി നിർത്തപ്പെടലില്ല, ഒന്നുമില്ല. അവർക്ക് കൃത്യമായിട്ട് പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു, അവർക്ക് അടുത്ത അഡ്മിഷനുള്ള സമയം കിട്ടുന്നു, അവർക്ക് അകത്ത് കിടക്കിയേ വേണ്ട, അവർക്ക് അവകാശങ്ങളുണ്ട്, ബാക്കി കാര്യങ്ങളുണ്ട്. പക്ഷേ ആ മണ്ണിൽ പൊലിഞ്ഞുപോയ ജീവന് യാതൊരു അവകാശങ്ങളുമില്ല.